എക്സസൈസ് അനുസരിച്ച് തന്നെ നിങ്ങൾ ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ജമ്പിങ് ജാക്സ്, സിറ്റപ്പ്, അതുപോലെ തന്നെ നമ്മളെ മറ്റുള്ള ഐറ്റംസുകളൊക്കെ ചെയ്യാൻ കഴിയാത്ത ശാരീരികമായ ഭാഗത്തുള്ള ആളുകളുണ്ട്. അവരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമുക്ക് ഏറ്റവും മർമ്മപ്രധാനമായ ഒരു സംഗതി ബ്രീത്തിങ് ഐറ്റംസ് ആണ്. അത് നമ്മൾ അറിയാതെ നമ്മളുടെ ആന്തരിക അവയവങ്ങളുടെ ചലനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം 20 മിനിറ്റ് കൊണ്ട് 1750 ചലനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ പ്രയാസങ്ങൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. നമ്മുടെ ലിവർ, കിഡ്നി, അതുപോലെ തന്നെ പാൻക്രിയാസ്, അതുപോലെ ലങ്സ്, ഇങ്ങനെയുള്ള നമ്മളെ ആന്തരിക അവയവങ്ങളൊക്കെ നമ്മൾ അറിയാതെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ, നമ്മളൊരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഒരു CF-ന് നിർത്തും, അതായത് ബ്രേക്കിൽ നിർത്തും. ആ ബ്രേക്കിൽ നിർത്തുമ്പോഴാണ് നമ്മൾ അതിൻ്റെ പണിയെടുപ്പിക്കുന്നത്. നമ്മൾ ബ്രേക്ക് എപ്പോഴാണ്? നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ യന്ത്രം മനുഷ്യ ശരീരമാണ്. മനുഷ്യ ശരീരത്തിൻ്റെ അതിനേക്കാൾ വലിയൊരു യന്ത്രം ഇല്ല. കാരണം അതിൻ്റെ പ്രവർത്തനം അങ്ങനെയാണ്. അതിനെ സംബന്ധിച്ച് പിന്നെ ഒരു ഹദീസിൽ തന്നെ പറയുന്നുണ്ട്, മൻ അറഫ നഫ്സഹു ഒമൻ അറഫ റബ്ബാന. ആരെങ്കിലും അവനവന്റെ ശരീരത്തെക്കുറിച്ച് ഒന്ന് വിലയിരുത്തിയാൽ അവനവന്റെ സൃഷ്ടാവിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന. അപ്പൊ ഏറ്റവും വലിയ യന്ത്രം എന്ന് പറയുന്നത് നമ്മളെ ശരീരമാണ്. ഈ യന്ത്രത്തിന് എണ്ണയിട്ട യന്ത്രം പോലെ നമ്മൾ കൊണ്ടുനടക്കണമെങ്കിൽ നമ്മൾ അതിന് എക്സസൈസ്, ആരോഗ്യം, ചലനം കൊടുക്കണം. ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായി നമുക്ക് നമ്മുടെ ശരീരത്തിന് എക്സസൈസ് ആവശ്യമാണ്. ഇപ്പൊ നമ്മൾ പല ആളുകളും പറയും, ഞാൻ കൂലിപ്പണിക്ക് പോകുന്നുണ്ട്, ഞാൻ തെങ്ങ് കയറാൻ പോകുന്നുണ്ട്, ഞാൻ നടക്കാൻ പോകുന്നുണ്ട്. ഇതൊക്കെ ശരി തന്നെയാണ്, ഇതൊക്കെ വളരെ കൃത്യമാണ്. പക്ഷേ ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതാത് അവയവങ്ങൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇപ്പൊ നടക്കാൻ പോകുന്ന ആൾക്ക് കാലിനും കയ്യിനും മാത്രമേ കിട്ടുന്നുള്ളൂ, മറ്റുള്ള ആന്തരിക അവയവങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല. ഇതിനെ സംബന്ധിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ, ഇത് നമ്മുടെ സലാഹുദ്ദീൻ സാറ് 12 വർഷത്തോളം വളരെ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി വിദഗ്ധമായ ഡോക്ടർമാരെ വെച്ച് പരീക്ഷിച്ചിട്ടാണ് ഇത് പുറത്തുവിട്ടത്. ഇപ്പൊ ജബ്ബാർ സാറിനൊക്കെ അറിയാം, അവർക്ക് അവരുടെ പരേഡും അവരുടെ മാർച്ച് പാസ്റ്റൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അതിൻ്റെതായ അത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവരുടേതായ എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മളെ എക്സസൈസ് എന്ന് പറയുന്നത് വളരെ ആറ്റിക്കുറുക്കി ആബാലവൃദ്ധം ജനങ്ങൾക്കും ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ അനായാസം ചെയ്യാൻ കഴിയുന്ന ഒരു എക്സസൈസാണ്. ഇതിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള അവയവങ്ങൾക്ക് നല്ല ഇളക്കങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 45-50 വയസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ വളരെ പ്രവർത്തനരഹിതമായിട്ട് ഇങ്ങനെ കുറയും. ഉദാഹരണം ലങ്സ് തന്നെയാണ്, നമ്മുടെ ശരീരത്തിന്റെ ശ്വാസകോശം. ചില ആളുകൾക്ക് ശ്വാസം കൂടുതൽ നടക്കുമ്പോൾ അങ്ങനെ തിങ്ങി വരും. അതിന്റെ കാരണം എന്താ? ശരീരത്തിന്റെ ഉള്ളിലുള്ള ഈ ലങ്സിന്റെ ഉള്ളിലുള്ള അറകളിലേക്ക് ശരിക്കും ഓക്സിജൻ എത്തുന്നില്ല. അവിടെ കെട്ടിക്കിടക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നില്ല. അപ്പോൾ നമ്മുടെ എക്സസൈസ്, ബ്രീത്തിങ് ഐറ്റംസ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ നമ്മുടെ ലങ്സ് വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കും. അതിന്റെ ഫലമായി നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ കയറും. ഓക്സിജൻ ശരിക്ക് കയറുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും നല്ല ഊർജ്ജസ്വലത ഉണ്ടാവും. നമ്മുടെ പാൻക്രിയാസ് പ്രവർത്തിക്കും, നമ്മുടെ ഫാറ്റ് ലിവർ ഇല്ലാതെ ലിവറിന് നല്ല സുഖമായ പ്രവർത്തനം ലഭിക്കും. അങ്ങനെ എല്ലാ ആന്തരിക അവയവങ്ങളും നമ്മളെ വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഉന്മേഷം കിട്ടും. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നമ്മളെ സംബന്ധിച്ചാൽ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഉടനെ ഹോസ്പിറ്റലിൽ പോകും, ഒരു 7 ദിവസം അവിടെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഓൻ സുഖമായി. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ ആശുപത്രിയിൽ പോകാതെ, മരുന്നുകൾ കഴിക്കാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും, നിങ്ങളോട് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, നീട്ടിപ്പരത്തി പറയാനില്ല, നിങ്ങളുടെ ശരീരത്തെ നല്ല രൂപത്തിൽ നിയന്ത്രിച്ച് നല്ല രൂപത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യവും നിങ്ങൾ കാത്തു സൂക്ഷിക്കാൻ താല്പര്യപ്പെടുന്നു എങ്കിൽ, നിങ്ങൾ എല്ലാവരും ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം വരിക. ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് മാക്സിമം അത് നിങ്ങൾ ചെയ്യുക. യാതൊരു മരുന്നും കൂടാതെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഉണ്ടാക്കി തന്നുള്ളത്. അത് നിങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തുക. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചാണ് പറയാനുള്ളത്. സ്ത്രീകൾ, നമ്മളെ വീട്ടിലെ ഓരോ കുടുംബാംഗങ്ങളും സ്ത്രീകൾ, അവരൊക്കെ ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. അവർക്ക് മരുന്നും കഴിച്ച് അവരുടെ ജീവിതം വീടിന്റെ അകത്തളങ്ങളിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടാണ്. അവർ വന്നപ്പോൾ വലിയൊരു റിസൾട്ടാണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പഴക്കാട്ടൂർ പഞ്ചായത്തിൽ 28-30ഓളം സെന്ററുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 27 സെന്ററും സ്ത്രീകളാണ്. കാരണം എന്താ? അവർക്കാണ് ഇതിൽ കൂടുതൽ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, ഇതിന് യാതൊരു ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ 10-100 എന്തെങ്കിലും കൊടുക്കുക. സാമ്പത്തികമായിട്ട് കഴിവുള്ളവർ അതിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ഈ പരിപാടി കൊണ്ടുപോയി നമ്മുടെ ശരീരം, നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക്